ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ സൺഡേ ആണ്. രാവിലെ തന്നെ അങ്ങനെ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ രാവിലെ ഇന്നലെ തന്നെ ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻകറി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നേരം വൈകി ഒന്ന് എഴുന്നേറ്റു. ഓവറായിട്ട് നേരം വൈകി എനിക്കൊന്ന് കുഴിച്ച് നടന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്കൊക്കെ ചോറിനാൻ പറ്റും. പിള്ളേർക്കൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കാം. അമ്മയ്ക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ പറ്റില്ല, ചോറ് തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഇഡ്ഡലിയോ ദോശ. അപ്പോൾ അതിന് കുറേ ടൈം വേണം. ഞാൻ നേരം വൈകി എഴുന്നേറ്റ് ഉണ്ടാക്കുമ്പോഴേക്കും കുറേ ടൈം വേണ്ടേ. ചോറും മീൻകറിയായ എല്ലാവർക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. അത് കാരണം കൊണ്ട് വൈകുന്നേരം പലഹാരം ഉണ്ടാക്കാമെന്ന് വെച്ചു. രാവിലെയും ഉച്ചയ്ക്കും ചോറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചോറ് എടുത്തുകൊണ്ട് വന്ന് ഊറ്റാണ്. മീൻകറി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്കും ചോറ് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കാലത്തെ ആകാശമാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്ത് ഭംഗിയല്ലേ. അതൊക്കെ ഒന്ന് നോക്കി വന്ന് പിന്നെ ചോറൊക്കെ ഊറ്റി വെച്ചു. പിന്നെ അമ്മ ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനപ്പോൾ പാൽച്ചായ ഉണ്ടാക്കിയില്ല. പിന്നെ കുറേ കഴിഞ്ഞ് എഡിറ്റിങ്ങിൻ്റെ നേരത്തെ ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, കുറേ പണികളുണ്ട്. ഹലോ, അപ്പോൾ ഇനി കുറച്ച് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. എല്ലാതും ചെയ്ത് വെച്ചിട്ടില്ല. ഇന്ന് 2-3 ഷോർട്ട് വീഡിയോകൾ ഇടുമല്ലോ. അപ്പോൾ അതൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നലെ തന്നെ സൂത്രപ്പണികളൊക്കെ ചെയ്ത് വെച്ചത്. പിന്നെ അപ്പോൾ ഇന്ന് ഉറക്കം മതിയായി എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ കിടക്കണമെന്ന് വിചാരിച്ചൊക്കെ ചെയ്തു. പക്ഷേ സാധിച്ചില്ല. പിന്നെ ചായ കുടിച്ച് എഡിറ്റിംഗ് പരിപാടിയാണ്. എന്തായാലും 9 മണി വരെ ഈ ഒരു പരിപാടി നീണ്ടുപോകും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ക്ലീനിങ് തുടങ്ങാനായിട്ട്. ക്ലീനിങ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് ഇപ്പം. അപ്പോൾ എന്തായാലും ഞാനിനി എഡിറ്റിംഗ് പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എഡിറ്റിംഗ് കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. അതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഒരു 11 മണി വരെയൊക്കെ എഡിറ്റിംഗ് തുടർന്നുകൊണ്ടിരുന്നു കേട്ടോ. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് വീട്ടിലെ ജോലികൾ അവിടെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് തുണികൾ കഴുകിയിരുന്നുണ്ടായിരുന്നു. 2 ലോഡ് മെഷീനിൽ അടിച്ചിട്ടു. 1 ലോഡ് അലക്കാനുണ്ടായിരുന്നു കല്ലുമ്മേ, അത് ചെയ്തില്ല. അപ്പോഴേക്കും ചേട്ടൻ നമ്മുടെ വെളിയന്നൂരുള്ളൊരു ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ വീടിൻ്റെ കുറ്റീശ ഉണ്ടെന്ന് പറഞ്ഞു. നീ പോരുണ്ടെങ്കിൽ പോന്നോന്ന് പറഞ്ഞു. ചേട്ടൻ യാത്രയായി കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്നോട് പോരുണ്ടെങ്കിൽ പോന്നതെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പിന്നെ വേഗം അങ്ങോട്ട് കുളിച്ച് ഡ്രസ്സ് മാറി ഓടിപ്പോന്നു കേട്ടോ. എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കറങ്ങല്ലേ, ചേട്ടൻ പോകണല്ലേ. അപ്പം എന്തായാലും ഞാനൊന്ന് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ ഞാനും കൂടി പോയി. അപ്പോൾ അങ്ങനെ തൃശ്ശൂരെത്തി. നല്ല ഭംഗിയുണ്ടല്ലേ ഇന്നത്തെ ആകാശം കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗിയാണ്. നീലും വെള്ളയും കോമ്പിനേഷൻ അടിപൊളിയാണ് ഇന്നത്തെ. അത്ര പകൽ മുഴുവൻ മഴയൊക്കെ മാറി നിന്നിട്ടുണ്ടായിരുന്നു. തുണികളൊക്കെ ഉണക്കാൻ പറ്റുന്നവർക്കൊക്കെ ഉണക്കാൻ പറ്റിയായിരുന്നു അല്ലേ. ഇന്ന് കുറേ ക്ലീനിങ് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റിയൊരു ദിവസമായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഒരു കടയിൽ കയറി പ്രസൻറ്റേഷൻ വാങ്ങിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ കാസറോൾ 500 രൂപ അങ്ങോട്ട് ഉള്ളൂ കേട്ടോ. 3 എണ്ണം ഉണ്ട് പല വലുപ്പത്തിൽ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് ഞങ്ങൾ വാങ്ങിച്ചില്ല. കാസറോളൊക്കെ എല്ലാവരും കൊടുക്കണതൊക്കെ തന്നെയല്ലേ. പിന്നെ എപ്പോഴും കാസറോൾ ഇങ്ങനെ അത്ര വലിയ ഉപയോഗമുള്ള സംഭവമൊന്നുമല്ലല്ലോ. ഒരാളോ 2 ആളൊക്കെ കൊടുത്താൽ മതി, ധാരാളമാണിത്. ഞാൻ ഇവിടെ നന്നായിട്ട് ഷൂട്ട് ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ വിരൽ ഇങ്ങനെയായി പോയി കണ്ട. എന്നിട്ട് നോക്കിയാൽ നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് കേട്ടോ. നല്ല ഓഫറുണ്ട്. റിലയൻസ് ബസാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് ബിഗ് ബസാർ ഉണ്ടായിരുന്ന അതേ സ്ഥലത്താണ് അവർ വാങ്ങിച്ചതായിരിക്കും. റിലയൻസുകാർ വാങ്ങിച്ചതായിരിക്കും. ഇപ്പോൾ അതിൻ്റെ പേര് റിലയൻസ് ബസാർ എന്നാണ്. പാത്രങ്ങൾക്ക് നല്ല ഓഫറുണ്ട് കേട്ടോ. ഞാൻ അതാണ് കൂടുതൽ നോക്കിയത്. അതുകൊണ്ടാണ്. മറ്റുള്ള സാധനങ്ങളുടെ കാര്യം എനിക്കറിയില്ല. പാത്രങ്ങൾ ഇനി എന്തായാലും ഒരു ദിവസം പോകണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ചില പാത്രങ്ങൾ ഒട്ടും ലാഭമില്ല കേട്ടോ. നമ്മൾ നോക്കിയെടുക്കണം. പറ്റിക്കപ്പെടല്ല. ചില പാത്രങ്ങൾ എന്ന് പറയുന്നത് 4 ബൗളും ഒരു ചെറിയ വലുപ്പത്തിലുള്ള ബൗളും കൂടി ആകുമ്പോൾ 600-700 രൂപ. അതെനിക്കൊന്നും അത്ര ലാഭമായിട്ടൊന്നും തോന്നില്ല. കാണുമ്പോഴും വലിയൊരു അരയുള്ള സാധനമല്ല. പക്ഷെ പ്ലേറ്റുകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. 50 രൂപയ്ക്കുള്ള പ്ലേറ്റിന് ഈ ഒരു കപ്പിന് 200 രൂപ അങ്ങനെയുള്ള. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. 200-300 അങ്ങോട്ടൊക്കെ ഉള്ളൂ 6 എണ്ണത്തിന്. നല്ല ഇതൊക്കെ കണ്ടില്ല, അടിപൊളിയാണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട കപ്പാണ് കാണിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ട കപ്പാണ് ഇത് കേട്ടോ. എനിക്ക് സൈഡിൽ ചെറിയൊരു ലൈനുള്ളതാണ് ഇഷ്ടം. ചേട്ടൻ നിറച്ച് കറകുറിയും അതിൻ്റെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ഇതുമ്മ പിടിച്ച് കുറേ നേരം നിന്ന് ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്തോ 2 പേർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചിലവരൊന്നും ഇപ്പോൾ കപ്പ് കാപ്പി കുടിക്കാൻ ഉപയോഗിക്കണമല്ലേ. കൂടുതൽ പേരും സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കണവർ ഉണ്ടാവാം. അപ്പോൾ ഇതൊന്നും ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ നോക്കി നിന്നു. പിന്നെ കാസറോൾ നോക്കി, വെള്ളയപ്പച്ചട്ടി നോക്കി. ലാസ്റ്റ് അവിടുത്തെ ഒരു പെൺകുട്ടി കൊണ്ടുപോയിട്ട് ഇത് കാണിച്ചു തന്നു കേട്ടോ. നമുക്ക് അടുപ്പത്ത് വെച്ച് നമ്മുടെ കുക്ക് വെയർ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഇല്ലേ, അതേപോലെ ചില്ലിൻ്റെ അടപ്പും കാതൊക്കെ ആയിട്ടുള്ള നല്ല സ്റ്റീലിൻ്റെ നല്ല കട്ടിയുള്ള പാത്രം കേട്ടോ. അടുപ്പത്ത് വെച്ച് അടി പിടിക്കുക അങ്ങനെയൊന്നുമില്ല. അത്ര നല്ല പാത്രമാണ്. എനിക്ക് കിട്ടിയ കൊള്ളാമെന്ന്. ഇവിടെ ഇഷ്ടം പോലെ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ട് കേട്ടോ. ആവശ്യം
അപ്പം ചേട്ടൻ്റെ സെൽഫി എടുത്തിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ മുഖം ഭയങ്കര ഒരു ഭീകരത പോലെയാണ് കേട്ടോ. അത് പറഞ്ഞ് ഞാനങ്ങനെ പറഞ്ഞത്. പിന്നെ ചേട്ടൻ്റെ മീശ നരച്ചാൽ ഭയങ്കര വിഷമമാണ്. തലമുടി ഒട്ടും നരച്ചിട്ടില്ല കേട്ടോ. എൻ്റെയൊക്കെ അത്യാവശ്യം മുന്നിൽ 5-6 നരച്ചിട്ടൊക്കെ ഉണ്ട്. ഹെന്ന ചെയ്യണ കാരണം കൊണ്ട് അങ്ങനെയൊന്നും കൂട്ടുകാർക്ക് കാണുന്നുണ്ടാവും വീഡിയോയിലൊക്കെ എൻ്റെ മുടി നരച്ചിട്ടുള്ളത് കുറേശ്ശൊക്കെ നരച്ചിട്ടുണ്ട്. പക്ഷേ ഡൈ ഒന്നും ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് ഹെന്ന ചെയ്യും. ഈ പുതിയ വീടിൻ്റെ മോൾ ഭാഗം മാത്രമാണ് എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയത് കേട്ടോ. താഴത്തെ ഭാഗം അത്ര പറ്റിയില്ല. അപ്പോൾ നമ്മുടെ അവിടുത്തെ ആ ചേച്ചിയുടെ എൻ്റെ ഭാര്യയാണ് കേട്ടോ. ആ ചേച്ചിക്ക് പക്ഷെ മുഖത്ത് ഭയങ്കര കരിമങ്ങൽ വന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ചേച്ചിയായിരുന്നു. പക്ഷെ മുഖം നിറയെ ഇങ്ങനെ ബ്ലാക്ക് കളർ വന്നേക്കാണ്. ചിലവർക്ക് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ ചിലവരത് ചികിത്സിക്കൊന്നുമില്ല. ചിലവർ ചികിത്സിച്ചൊക്കെ മാറ്റും. പക്ഷെ ചിലവരത് അങ്ങനെ നടത്തും. എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗുരുവായൂരപ്പനെ വെച്ചിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ ഒരു കുഞ്ഞ് ഹാള്, പിന്നെ ഒരു വലിയ ഹാള്, പിന്നെ അത് ഈ ഒരു പോർഷൻ, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. സാധാരണ ഒരു വീട്, എൻ്റെ വീടൊക്കെ പോലെ തന്നെ ഏകദേശം കേട്ടോ. പക്ഷേ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. ആ പെൺകുട്ടീരെ കൂട്ടുകാരികൾ വന്നേക്കണതാണ് കേട്ടോ. എല്ലാവർക്കും 2-3 മക്കളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ എന്നും കാണുമൊന്നുമില്ലല്ലോ. അത് കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചവരൊക്കെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ 2-3 കുട്ടികളൊക്കെ ആയിട്ട് കാണുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. ഭയങ്കര സന്തോഷമാണ്. എനിക്ക് അങ്ങനെയൊന്നും കാണാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് തിരിച്ചു പോരാണ്. ശോഭാ സിറ്റിയുടെ ഭാഗമാണ് ആദ്യം കണ്ടത്. പിന്നെ ഇത് കാണുന്നത് നമ്മുടെ ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരത്തിൻ്റെ ഇപ്പുറത്തെ ആ കുളം. ശക്തൻ തമ്പുരാനൊക്കെ കുളിച്ചിട്ടുള്ള കുളം എന്നാണ് പറയുക. കുളിക്കാൻ പോകുന്ന നീരാടാന്നൊക്കെ പറയുക അല്ലേ. ഈ അമ്പലം ഏതാണെന്ന് മനസ്സിലായോ കൂട്ടുകാർക്ക്? പാറമേക്കാവ് അമ്പലമാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വടക്കുനാഥൻ്റെ മണിയിൽ പാറമേക്കാവ് ദേവിയും തിരുവമ്പാടി ദേവിയാണ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ മത്സരങ്ങളൊക്കെ നടക്കുക ആ പാറമേക്കാവ് അമ്പലമാണ് കേട്ടോ കണ്ടത്. അങ്ങനെ ദേവീൻ്റെ അമ്പലം. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ബസ്സിലൊക്കെ കയറി തിരിച്ചു വന്നു. പിന്നെ ഇറങ്ങിയപ്പോൾ നല്ല വെയിലിട്ടാ. തലയിൽ ഷാളിട്ടിട്ട് ഓടിയതാണ്. പിന്നെ വീട്ടിലൊക്കെ നല്ല മഴയാണ് കേട്ടോ. സന്ധ്യയായിപ്പോൾ തുടങ്ങി നല്ല മഴ പിടിച്ചു. അപ്പോൾ ചേട്ടൻ ചിക്കൻ വാങ്ങിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അതൊക്കെ പൂട്ടിക്കെടുക്കായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമമായിട്ടാണ്. നമ്മളതൊക്കെ കഴിച്ച് വന്നിട്ട് പിള്ളേർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റാണ്ടപ്പോൾ ഒരു സങ്കടമല്ലേ. അപ്പം ഞാൻ പിന്നെ ഉണ്ടാക്കിയത് ബട്ടർനാനും മുട്ടക്കറിയാക്കിയിട്ടാ. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. മുട്ട പിന്നെ നമുക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ 2-3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കേട്ടോ. ഇട്ടപ്പോൾ ഇത്തിരി കൂടി പോയി തിരിച്ചെടുക്കുകയാണ്. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഇടേണ്ടി വരും. ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് 1/4 ടീസ്പൂണ് മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കണ പോലെ കുഴയ്ക്കുക. കുറച്ചും കൂടി ഒരു സോഫ്റ്റായിട്ട് കുഴക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഞാനൊരു കുഴക്കണ രീതി എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാട്ട് അത്യാവശ്യം പൊടിയൊന്നും നനയണ വിധത്തിൽ നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് കൈയൊക്കെ പോയി കഴുകി തുടച്ചിട്ട് പിന്നെ കയ്യിലേക്ക് ഓയിലാക്കിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കും. അങ്ങനെയാണ് കുഴച്ചെടുക്കുക. എനിക്കത് ഭയങ്കര ഈസി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അല്ലാണ്ട് ഇതിൻ്റെ കൂടെ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് കണ്ടിട്ട് അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് കണ്ടിട്ട് ആദ്യം തന്നെ ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും കൈമ കൊട്ടി പിടിക്കണ പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അത്യാവശ്യം കുഴച്ച് കഴിയുമ്പോൾ കൈ കഴുകിയതിന് ശേഷം കൈമ ഓയിൽ തടവിയിട്ട് അങ്ങനെ കുഴയ്ക്കണം കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് പണി തീരുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ ഇതിൽ ഇത്തിരി പാൽപ്പൊടിയൊക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. ബട്ടർ നാനിലും കുബൂസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ മിൽക്ക് പൗഡർ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ബട്ടർ നാനിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കുബൂസാണ് കൂടുതൽ. കുബൂസ് നമ്മൾ വാങ്ങിക്കുന്ന കുബൂസിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതല്ല കേട്ടോ. മറ്റുള്ള നാടുകളിൽ നിന്ന് വരുന്നില്ലേ, അതിലൊക്കെ ചെറിയ ഒരു മധുരം പോലെയാണല്ലോ. അതിലൊക്കെ നന്നായിട്ട് മിൽക്ക് പൗഡർ ചേർക്കും. അപ്പോൾ അത് മുട്ടക്കറിക്ക് വറുത്തരച്ചിട്ടാണ് വെക്കണത്. അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എനിക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണതെന്ന് വെച്ചാൽ 1-2 പച്ചമുളക് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ പീസ് മതി കേട്ടോ. അധികം ഒരു കയ്പ്പ് ടേസ്റ്റ് വരും മീൻകറിക്ക്, നമ്മുടെ മുട്ടക്കറിക്ക്. മീൻകറിയിലൊക്കെ ഇഞ്ചി കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. മുട്ടക്കറിക്ക് ഇഞ്ചി ഒന്നും കൂടാൻ പാടില്ല. എന്ത് ഫ്ലേവർ ആയാലും അത്ര കൂടാൻ പാടില്ല. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, 1/4 ടീസ്പൂണ് ജീരകം കേട്ടോ. ഇതൊക്കെ കൂടുതൽ ചേർക്കാം. പക്ഷേ ഇതൊന്നും ഫ്ലേവറുകൾ അധികം മുന്നിട്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാനിതൊക്കെ ഒരു 1/4 ടീസ്പൂൺ വെച്ച് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. എരിവുള്ള മുളക് പൊടി ഇട്ടില്ല, പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ടതല്ലേ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി 1 ടീസ്പൂണൊക്കെ മതി. ഒരു നുള്ള്
മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക കേട്ടോ പൊടികളിടുമ്പോൾ. പിന്നെ ആ ചൂടിൽ നിന്ന് കുറച്ച് നേരം ഇളക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് ചൂടാറിക്കോട്ടെ. കുബൂസ് ഉണ്ടാക്കണോടുകൂടി നമുക്കതൊക്കെ കുബൂസ് എന്നൊക്കെയാണ് പറയണേ, ഒക്കെ തെറ്റിപ്പോവുക അല്ലേ. ബട്ടർനാനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത്. ഓഹ് എന്താ ചെയ്യുക അല്ലേ. എന്നിട്ട് ഇതാ വീണ്ടും പൊടി എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴയ്ക്കാണ്ട് കുറച്ചും കൂടി പൊടി ഒന്ന് ചേർക്കേണ്ടി വന്നു കേട്ടോ. കൈമ ഒരു ഒട്ടി പിടിക്കലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചപ്പാത്തി മാവിന് റെഡിയാക്കില്ല അതേപോലെ തന്നെ ഇതേപോലെ ഒരു ബോൾസാക്കിയിട്ട് എല്ലാതും ബോൾസായിട്ട് ആദ്യം വെക്കും ഞാൻ. അപ്പോഴാണ് നമുക്ക് വേഗം വേഗം പരത്തി വേഗം വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരുമിച്ച് താഴത്ത് പോയി ഇരുന്ന് തന്നെ അതെല്ലാതും ഇരുന്ന് ബോളുകളാക്കി. ചേട്ടൻ ചിക്കൻ മേടിക്കാൻ പോയ ആൾ മുട്ടയും കിട്ടാണ്ടായി അവിടെ വഴിയിൽ മഴയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് മഴ കുറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പോരെ, അല്ലെങ്കിൽ അവിടെ എവിടെ എങ്ങനെ കിടക്കേണ്ടി വരുന്നു, മഴ നിൽക്കണ ലക്ഷണങ്ങളേ ഇല്ല. അപ്പോൾ അത് കാരണം പോരേന്ന് പറഞ്ഞ് പിന്നെ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ പോന്നു. ഒരു ഇത്തിരി പൊടി ഇട്ട് കൊടുത്തു കേട്ടോ പ്ലേറ്റിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ബോൾസുകളാക്കി നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചപ്പാത്തിയുടെ പോലെ തന്നെ പരത്തുക, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് നൈസാക്കാൻ പാടില്ല. അതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ബട്ടർനാൻ. എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാവും അല്ലേ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നമുക്ക് അറിയാത്ത റെസിപ്പികൾ ഒത്തിരി കുറവ് തന്നെയാണ് എല്ലാവർക്കും അല്ലേ. 3-4 ഇല മല്ലിയില അതിൻ്റെ മുകളിലിട്ട് ഒരു 2-3 കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും 2-3 ചെറിയ പീസുകൾ മാത്രം അതിൻ്റെ മുകളിൽ 3-4 എണ്ണമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് റോളർ വെച്ചിട്ടൊന്ന് പരത്തുക കേട്ടോ. എന്നിട്ട് അടിയിലൊന്നും പറ്റുന്നൊന്നും നിർബന്ധമില്ല. എന്നാലും ആദ്യം ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ചട്ടി ചൂടാക്കിയിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ ആക്കണത്. 2 ഭാഗം തിരിച്ച് മറിച്ചിട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചിട്ടു. പിന്നെ ഒരു വശം തന്നെ അങ്ങോട്ട് ഇട്ട് വയ്ക്കും. കൂടുതൽ നേരം വയ്ക്കുമ്പോൾ നല്ല പൊള്ളച്ച് വരും കേട്ടോ. അത് പൊള്ളയ്ക്കണത് അങ്ങോട്ട് വീഡിയോയിൽ ശരിക്കും കിട്ടിയിട്ടില്ല. അപ്പുറത്തേക്ക് മറിച്ചിട്ട് വെന്തു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം കുറച്ച് ബട്ടർ മേലെ തടവുക. പിന്നെ മറിച്ചിടുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷേ മറിച്ചിടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും സോഫ്റ്റും ഒക്കെ എനിക്ക് കിട്ടുന്നതായിട്ട് തോന്നുന്നത്. അത് കാരണം ഞാൻ ബട്ടർ പറ്റിയിട്ട് ഒന്ന് മറിച്ചിടും കേട്ടോ. കൂട്ടുകാരൊക്കെ ബട്ടർ നാൻ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളോ. ഇടയ്ക്കൊക്കെ ബട്ടർ നാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണവരാണ് വേർത്ത് വരുന്നത് കേട്ടോ. ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണവരാണെങ്കിൽ വാങ്ങിച്ചോട്ടെ, പക്ഷേ നമ്മൾ ഹോട്ടലിൽ നിന്നും കഴിക്കില്ല, വീട്ടിലും ഉണ്ടാക്കാണ്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാണ്ട് പോകണ്ട. മക്കൾക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. എന്നും ചപ്പാത്തി തന്നെ ഉണ്ടാക്കണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ബട്ടർ നാനും കുബൂസും ഒക്കെ മാറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവോളയും കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കുക കേട്ടോ. അതിന് ശേഷം ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വാടിയാൽ മതി, വല്ലാണ്ടൊന്നും വാടണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചിട്ട് നാളികേരമുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് 2ആയിട്ട് കീറിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് മുട്ടക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5-6 മുട്ട എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് 5-10 മിനിറ്റ് തിളപ്പിക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. എന്നുവെച്ചാൽ അധികം ചാറ് ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് ചാറ് ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് തിളച്ച് വെളിച്ചെണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രം മല്ലിയിലയും ഇത്തിരി മസാലപ്പൊടി ഇട്ടു കേട്ടോ. മസാല വേണമെന്ന് തോന്നി, അത് കാരണം ഇത്തിരി മസാല ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതിട്ടോ. നല്ല കറക്റ്റായിരിക്കും. അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കണ്ടിട്ട് പിന്നെ ഞാൻ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഓരോരുത്തരെ എന്നും വിളിച്ച് ഞാൻ തോൽക്കും. അപ്പം ഇന്ന് ഞാൻ ആരെയും വിളിക്കാനിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ നേരം തന്നെ എല്ലാവരും വരുന്നു. വിളിക്കാണ്ടായപ്പോഴാണ് ഇവരൊക്കെ വന്നു തുടങ്ങിയെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായി. ഞാൻ ഒരാളെ ഒരു 10 പ്രാവശ്യം വിളിച്ചതിന് ശേഷം ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ വരുന്ന ആൾക്കാർ കേട്ടോ ഓരോരുത്തരും. ചേട്ടാ അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ നോക്കിയിരിക്കൊന്നുമില്ല. ഫുഡായിരുന്നു അപ്പം തന്നെ എടുത്തു കൊണ്ടുപോയി കഴിക്കും. ആ ഫുഡ് ഉണ്ടാക്കണതിൻ്റെ ഇടയിലും കഴിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. നോക്കിയപ്പോൾ ഞാനവിടെ ഇരുന്നോടുകൂടി ശ്രീകുട്ടൻ പിന്നെ അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. ചേട്ടനും പ്രത്യക്ഷപ്പെട്ടു, ആദിത്യനും പ്രത്യക്ഷപ്പെട്ടു കേട്ടോ. ഓരോ സ്ഥലത്തുനിന്ന് ഏതൊക്കെയോ മുക്കിലിരിക്കുകയായിരുന്നു. ആദിത്യനൊക്കെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, കോണിമേരിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബും. അപ്പോൾ ഓക്കെ, നാളെ കാണാം.